ഡോക്ടർ ആരിഫ് ഹുസൈൻ, ബോംബെ ഹൈക്കോടതിയെ പോലെ കേരളത്തിലെ കോടതികളും ഇതുപോലുള്ള നിരീക്ഷണങ്ങളുമായി രംഗത്ത് വന്നാൽ അവസാനിക്കുന്നതേ ഉള്ളൂ CPMൻ്റെ ഈ കപട രാഷ്ട്രീയം എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, പച്ചയ്ക്ക് പറഞ്ഞു, ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ നിങ്ങളൊക്കെ രാജ്യത്തെ പ്രശ്നങ്ങളിൽ ഇടപെടൂ, രാജ്യത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, അതിൽ ഇടപെടൂ, അതിനുശേഷമാവാം ഹമാസിന് വേണ്ടി കൊടി ഉയർത്തുന്നത് എന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞ് വെക്കുമ്പോൾ കൃത്യമായിട്ട് CPM രാഷ്ട്രീയത്തിലെ പൊള്ളത്തരം കൂടിയല്ലേ പൊളിഞ്ഞു വീഴുന്നത്? ഈ ഒരു വിഷയം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വിധി ഇതേ മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ട്രെയിൻ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ വെറുതെ വിടുന്ന ഒരു ഉത്തരവ്. ആ ഉത്തരവ് വന്ന സമയത്ത് ബോംബെ ഹൈക്കോടതിയെ പൊക്കിക്കൊണ്ട് നടക്കുകയും വളരെ നല്ല വിധി എന്ന് പറയുകയും, കണ്ടില്ലേ ഇവിടെ എത്രമാത്രം അനീതിയായിരുന്നു ഇവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്ത ആളുകളാണ് ഇന്നിപ്പോൾ കോടതിക്കെതിരെ പോലും തിരിയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. അപ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അനുകൂലമായ ഒരു സംഗതി പറയുമ്പോൾ കോടതികളൊക്കെ ചക്കരയായിട്ട് വരും. നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ വെളിച്ചത്ത് വരുന്ന രീതിയിൽ, അതിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിൽ ഒരു വിധിയായിട്ട് വരുമ്പോൾ ഉടനെ കോടതിയെ അവിടെ കുറ്റം പറയുന്ന അവസ്ഥ, ഇതാണ് നമ്മൾ കാണാറുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന സത്യത്തിൽ ഈ നിയമവാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതിയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അതിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ആദരവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തോട് അവർ എപ്പോഴൊക്കെ ഇതേപോലെ കലയിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, അതായത് എപ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കണം അപ്പോഴെല്ലാം തന്നെ കലയിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് തങ്ങളാണ് ഇന്ത്യയെ സംരക്ഷിക്കുന്നത്, നമ്മളാണ് ഏറ്റവും വലിയ ദേശഭക്തിയുള്ള ആളുകൾ എന്നൊക്കെയാണ്. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിലടക്കം വിട്ടുനിന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതിനെ എതിർത്ത് നിന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതിന് അവരുടെ കാരണമായിരുന്നു അതിൽ ഏറ്റവും വിചിത്രമായിട്ടുണ്ടായിരുന്നത്. അവർ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുന്ന അവസ്ഥയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനവർ കാരണം പറഞ്ഞ് USSRനെ അവിടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്കേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോട് നിൽക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ സ്വാതന്ത്ര്യ സമരം എടുത്തു കഴിഞ്ഞാലും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സമയങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പോലും അതിനൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് ഇതൊരു ബൂർഷ്വാസികളുടെ കയ്യിലേക്ക് ഭരണം ലഭിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിനെ പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ദേശഭക്തി എന്ന് പറയുന്ന സംഗതി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ടയിലുള്ളൊരു സാധനം ആയിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ സംഗതി പുറത്തെടുത്തേ പറ്റുള്ളൂ എന്ന് വരുമ്പോഴാണ് അവരത് എടുക്കാൻ തയ്യാറായതും ആ രീതിയിൽ മാറ്റത്തിന് വഴിപ്പെട്ടതും. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നു, നമ്മൾ സാധാരണ പറയാറുള്ള ഈ ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ പിന്താങ്ങിക്കൊണ്ട് അവരുടെ നിലനിൽപ്പ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നിലനിൽപ്പ് അവരുടെ എക്സിസ്റ്റൻസ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്ന ഒരു നാടകം, അത് ലോകത്ത് പല സ്ഥലങ്ങളിലും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്തിൽ നടന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അഫ്ഗാനിസ്ഥാനിൽ നടത്തിയതിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറാനിലടക്കം അവർ ചെയ്തതിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് സംഭവിച്ച എന്താണ്, അവിടെ ഈ ഇസ്ലാമിസ്റ്റ് അജണ്ട കൊണ്ടു നടക്കുന്ന ആളുകൾ, ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ, അവരുടെ ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലടക്കം നമ്മൾ കണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവസാനം ആദ്യം ഇവരെടുത്ത് ദൂരെ കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ സത്യത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണം പിടിക്കുക, അവിടെ ഒരു അട്ടിമറിയിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക, ഇതാണ് അവരുടെ ഒരു സോൾ രീതി എന്ന് പറയുന്നത്. പക്ഷെ ആ രീതി പലപ്പോഴും ആ രാജ്യത്തിൻ്റെ തന്നെ അവസ്ഥയെ ദുർബലമാക്കുന്നതിന്, അതിനെ കുട്ടിച്ചോറാക്കുന്നതിന് വഴി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് മാതൃകകളുള്ള ഒരു സമയത്താണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അതിലേക്ക് തന്നെ വീണ്ടും വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഇവരുടെ നിലവിളി ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക? ഈ പറയുന്ന ഹമാസ് അനുകൂലികളായിട്ടുള്ള, അല്ലെങ്കിൽ ഹമാസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ ദുരിതം അനുഭവിക്കുന്ന നാട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയുന്നു, ഇവിടെ തൊട്ട് മുന്നേ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഹമാസ് എന്ന ഒരു ഭീകര സംഘടന എന്നുള്ള രീതിയിലൂടെ പറയുമ്പോൾ അവർ ഭീകര സംഘടനയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ സംഘടനയെ ഇപ്പോഴും ഇന്ത്യ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ച് അവരെ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ ഹമാസിനെ ഒരു ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിവിടെ ഞാൻ ആവർത്തിക്കുകയാണ്, BJPയുടെ പ്രതിനിധി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. കാരണം ഇതൊരു വലിയൊരു വീഴ്ചയാണ്.
ഹമാസിനെ അതുപോലെ ഒരു ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്ത കാലത്തോളം അതിനെ പൊക്കി പിടിക്കാനുള്ള അവസരം കൂടിയാണ് ഇവിടെ ബാക്കിയുള്ള ആളുകൾക്ക് വെച്ചു കൊടുക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാനുള്ള വഴി ഇവിടെ ഇല്ല നിലവിൽ. അതാണ് ഇവിടെ മറ്റൊരു കാര്യം. കാരണം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് ഭീകര സംഘടനയാണെന്ന് പറഞ്ഞാലും എടുത്ത വഴിക്ക് ചോദിക്കാതാണ്. ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ലല്ലോ, UN നിരോധിച്ചിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഏറ്റവും മിനിമം ഇന്ത്യയിലെങ്കിലും നിരോധിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഗുണം ഈ പറയുന്ന വിഷയത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘടനയെ അത് പോക്ക് റീജിയനിൽ അവർ വന്ന് ഇടപെട്ട് പഹൽഗാം അറ്റാക്കിലേക്ക് വരെ വഴിവെച്ചതിന് ഉള്ള തെളിവുകളും അതിനുള്ള സാധ്യതകൾ അവിടെ ഇരിക്കുകയാണ് നമ്മളിത് പറയുന്നതും കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയെ ഇവിടെ കൂട്ടുപിടിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒച്ച വെക്കുന്നതാണ് നമ്മൾ കാണാനിടയാകുമായിരുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ കാണാതെ പോകുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് അവിടെ സിറിയയിൽ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ കൊന്നു തള്ളിയിട്ടുള്ളത്. ജനോസൈഡ് എന്നൊക്കെ പറയുന്ന സംഗതി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സിറിയയിലുള്ളത്. അതിനെതിരെ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഇടത് സംഘടനകൾ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ അതല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം മാധ്യമങ്ങൾ പോലും ഒരക്ഷരമെങ്കിലും എഴുതി അതിനെ അപലപിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, പാകിസ്ഥാനിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവർ കാണാറില്ല. ഇപ്പോൾ പട്ടിണിയെക്കുറിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. കള്ളപ്പട്ടിണിയാണ് സത്യത്തിൽ ഈ പറയുന്ന ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കും, അത് കൊടുക്കാൻ അനുവദിക്കാതെ, അത് UN അവിടെ അതിൽ ഇടപെട്ട് അത് കൊടുക്കാൻ മുന്നോട്ട് വരാതെ കൊടുക്കുന്ന ആളുകളെ വെടിവെച്ചിട്ടിട്ട് അവിടെ പട്ടിണി ഉണ്ടെന്ന് സ്ഥാപിക്കുക, എന്നിട്ട് അത് വെച്ച് മുതലെടുപ്പ് നടത്തുക എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ കൂട്ടുപിടിക്കുകയല്ലേ ഇവിടുത്തെ CPM അടക്കം ചെയ്യാൻ പോയത്. സത്യത്തിൽ ആ ഒരു സംഗതി ഇവിടെ തടയിടുകയാണ് കോടതി ചെയ്തത്. കോടതിയോട് വളരെ വലിയ നന്ദിയാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. കാരണം ഈ പ്രൊപ്പഗൻഡ ഇന്ത്യയിൽ പേര് പിടിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അത് പിടിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ. അതിന് പോലും ഇവിടെ തടയിട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവർ പട്ടിണിയെ ഇവിടെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാരുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. കാരണം പട്ടിണി ഇല്ല എന്നുണ്ടെങ്കിൽ CPM പോലും ഇല്ല. കാരണം ദാരിദ്ര്യവും പട്ടിണിയും ഉള്ളിടത്ത് മാത്രമേ CPM ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ടാണ് അവരുടെ കറൻസി പോലെ അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ചോദിക്കുന്നു, ഇപ്പോൾ യമനിൽ ഏറ്റവും വലിയ പട്ടിണി നടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി WHO പുറത്തേക്ക് വിട്ട ആ റിപ്പോർട്ടിൽ അവർ പറയുന്നതാണ് ഏറ്റവും കൊടിയ തോതിലുള്ള പട്ടിണി കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യമനാണെന്ന് പറയുന്നു. ഈ യമനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു പട്ടിണിയുടെ പേരിലെങ്കിലും നിങ്ങളാണ് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രക്ഷോഭം, അതിന് വേണ്ടിയിട്ടൊരു ഇതുപോലൊരു ആവശ്യമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്നതിൻ്റെ ഒരു തെളിവ്, ഒരു പകുതി തെളിവ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ അജണ്ടകൾ ഇവിടെ വളരെ ക്ലിയർ ആണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു നീലക്കുറുക്കൻ ഇഷ്യൂ ആണ്. അതായത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളൊരു വിഷയമുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ നിർത്തേണ്ട ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തങ്ങളുടേതുമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രു നമ്മുടെ ശത്രു എന്നൊക്കെ പറയുന്ന മാതിരി ഒരു പങ്കിട്ടെടുക്കൽ, അത് വെച്ചുകൊണ്ട് നിങ്ങൾ അവരുടെയും വോട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നാട്ടുകാർക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. അത് പക്ഷേ ഇന്നിപ്പോൾ കോടതിക്കും പിടികിട്ടി എന്നതേ മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. ഇതൊരു വലിയ ഒരു ഔട്ട്കമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു വിധിയായിട്ട് തന്നെ നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് നാട്ടുകാരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് തന്നെയാണ്. യെസ്.